ഒന്നും രണ്ടും മൂന്നും വയസ്സ് പ്രായമുള്ള കുട്ടികളെ അടക്കി നിർത്താൻ വേണ്ടി അവർക്ക് മൊബൈൽ ഫോൺ നൽകുന്ന ദുശ്ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളറിയാതെ ഈ ശീലം അവർക്കുണ്ടാക്കുന്ന ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഒരു മനുഷ്യൻ്റെ വികാസ കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ. 1 വയസ്സ് മുതലല്ല, ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടം. ബാല്യകാലഘട്ടത്തിലെ ഈ 5 വർഷത്തെ ക്രിറ്റിക്കൽ പീരിയഡ് ഓർ സെൻസിറ്റീവ് പീരിയഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ പല പ്രവർത്തനങ്ങൾക്കുമുള്ള വയറിംഗ് അഥവാ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കൂടുതൽ വേഗത്തിൽ നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറുകളിന് 2 അർദ്ധഗോളങ്ങളാണുള്ളത്. ഇടത് അർദ്ധഗോളത്തിലാണ് ഭാഷ, ഗണിതം, യുക്തിചിന്ത ഒക്കെ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ വലത് അർദ്ധഗോളം മനുഷ്യൻ്റെ സർഗാത്മക കഴിവുകളെ, അതായത് എഴുത്ത്, അതേപോലെ തന്നെ ചിത്രം വര, സംഗീതം മുതലായ സർഗാത്മക കഴിവുകളെയാണ് വലത് അർദ്ധഗോളം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇടത് അർദ്ധഗോളത്തിലെ ഫ്രണ്ടൽ ലോബിലുള്ള ബ്രോക്കാസ് ഏരിയ എന്ന ഒരു സ്പോട്ടാണ് യഥാർത്ഥത്തിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. ഇങ്ങനെ ചെറിയ കുട്ടികൾ മൊബൈൽ കുറേ നേരം ഉപയോഗിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നില്ല. ഭാഷ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുന്നത് കേൾക്കുക, അത് ഗ്രഹിക്കുക, അതിനനുസരിച്ച് മറുപടി പറയുക എന്നുള്ളതാണല്ലോ ഒരു ഭാഷ കൈകാര്യം ചെയ്യൽ. യഥാർത്ഥത്തിൽ കുറേ നേരം മൊബൈലിൽ ഇരിക്കുന്ന കുട്ടിക്ക് ഒരു ആക്റ്റീവ് പ്രോസസ്സിൽ ഏർപ്പെടുന്നില്ല. അവൻ ഭാഷയൊന്നും കേൾക്കുന്നില്ല. മൊബൈലിലെ ഗെയിമുകൾ ഒരു പക്ഷേ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് മറുപടി പറയേണ്ട ബാധ്യത അവനില്ല. അതുകൊണ്ട് ഈ ബ്രോക്കാസ് ഏരിയയുടെ വികാസം നടക്കുന്നില്ല. ആദ്യത്തെ 5 വയസ്സിനുള്ളിൽ ബ്രോക്കാസ് ഏരിയയുടെ വികാസം ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് യഥാർത്ഥ സംസാര ശേഷിയോ അവൻ്റെ ഉച്ചാരണ ശേഷിയോ അവൻ്റെ ഭാഷയിലുള്ള ഗ്രാമറോ ഒക്കെ തടസ്സപ്പെടുത്തുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. അതുകൊണ്ട് ഒരു ഉദാഹരണം പറയാം. മനുഷ്യന് ശബ്ദം മാത്രമേ ജന്മനാൽ നൽകിയിട്ടുള്ളൂ. ഭാഷ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ജന്മനാ ഊമകളായ രക്ഷിതാക്കൾ യാതൊരു കുഴപ്പവുമില്ലാത്തൊരു കുട്ടിയെ മറ്റ് ആളുകളുമായി ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ വളർത്തപ്പെടുന്ന കുട്ടികൾ ഒരിക്കലും സംസാരിക്കാതിരിക്കുന്നത് അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അവർ സംസാരം ശീലിച്ചിട്ടില്ല. അവരുടെ ബ്രെയിനിൻ്റെ ബ്രോക്കാസ് ഏരിയ അതിനു വേണ്ടി മെച്ചുവറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കുട്ടികളെ അടക്കിയിരുത്തുക എന്നതിന് പകരം അവർ സ്വാഭാവികമായി എല്ലാ വികൃതികളിലും ഏർപ്പെട്ട് സമപ്രായക്കാരോടും മുതിർന്നവരോടുമൊക്കെ മല്ലിട്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. അതിൽ നിന്ന് അവർ ഒരുപാട് ശേഷികൾ കൈവരിക്കുന്നു എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. ഈ കുട്ടികളൊക്കെ അവരുടെ കൊഞ്ചലുകളിലും അവരുടെ മറ്റ് ശബ്ദങ്ങളെ അനുസരിക്കുന്നതിലുമൊക്കെ അവർ ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മുതിർന്നവർ പറയുന്നത് എന്താണ്, സമപ്രായക്കാർ പറയുന്നത് എന്താണ്, അതിനെന്താണ് മറുപടി പറയേണ്ടത് എന്നെല്ലാം ശീലിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് ഈ ബ്രോക്കാസ് ഏരിയയാണ്. എന്നാൽ ഈ 5 വയസ്സ് വരെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിന് ഇടം കിട്ടിയില്ലെങ്കിൽ ബ്രോക്കാസ് ഏരിയയുടെ വികാസം തടസ്സപ്പെടും. ഇനി മുതിർന്നവരിൽ തന്നെ വല്ല സ്ട്രോക്കോ അല്ലെങ്കിൽ അപകടങ്ങളിലൊക്കെ ബ്രെയിനിന് തകരാർ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ബ്രോക്കാസ് ഏരിയയ്ക്കാണെങ്കിൽ പോലും അവരുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആക്റ്റീവ് പ്രോസസ്സായിട്ടുള്ള സംസാരത്തിന് ഇടം നൽകുക, കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുക എന്നുള്ളത് ഒരിക്കലും ഒരു മൊബൈലിന് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇനി ഈ 5 വയസ്സ് വരെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വയർ ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ മറ്റൊരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ഡിഗ്രിയോ PG ഒക്കെ കഴിഞ്ഞ് 10, 20, 22 വയസ്സുള്ള ഒക്കെയുള്ള ഒരു വിദ്യാർത്ഥി ഇംഗ്ലണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ തദ്ദേശീയരെ പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എത്ര ശ്രമിച്ചാലും നന്നേ ബുദ്ധിമുട്ടി മാത്രമേ തദ്ദേശീയരുടെ ഉച്ചാരണ ശൈലി അദ്ദേഹത്തിന് കൈവരികയുള്ളൂ എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഏർലി ഏജിൽ 5 വയസ്സ് വരെയൊക്കെയുള്ള നമ്മുടെ ബ്രോക്കാസ് ഏരിയയുടെ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് ഒരിക്കലും അക്കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, കുട്ടികളുടെ മൊബൈൽ ഗെയിമാണ്. വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഗെയിമുകളാണ് കുട്ടികളെ കൂടുതലും ആകർഷിക്കുക.
അതായത് വേഗത കൂടിയ ഗെയിമുകളാണ് ആകർഷിക്കുക. ഇത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ അഥവാ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2020 പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഫ്രോണ്ടിയേഴ്സ് ഓഫ് സൈക്കോളജി എന്ന ജേണലിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണങ്ങളെക്കുറിച്ചും ഗവേഷണങ്ങളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചും അതിൻ്റെ റിസൾട്ടുകളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഫാസ്റ്റ് പേസ്ഡ് ഗെയിം സംഭവിക്കുന്നത്? പബ്ജി പോലെയുള്ള ഗെയിമുകളിൽ സംഭവിക്കുന്നത് എന്താണ്? വളരെ വേഗത്തിൽ അവരുടെ കൺമുന്നിലൂടെ പല ദൃശ്യങ്ങളും കടന്നു പോവുകയാണ്, പല ശബ്ദങ്ങളും കടന്നു പോവുകയാണ്. അങ്ങനെ അവരുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓവർ സ്റ്റിമുലേറ്റഡ് ആകുന്ന സമയത്ത് ഒരു വിഷ്വലിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അതിൻ്റെ പ്രതികരണം എന്താണ്, അതിൻ്റെ മറ്റ് രീതികൾ എന്താണ് എന്നൊന്നും കുട്ടികൾക്ക് നോക്കാനുള്ള കഴിവില്ല. അപ്പോഴേക്കും അടുത്ത വിഷ്വൽ അവൻ്റെ കൺമുമ്പിൽ വരികയാണ്, അടുത്ത ശബ്ദം അവൻ്റെ കൺമുമ്പിൽ വരികയാണ്. അതുകൊണ്ട് ഇത് ശീലിക്കുക വഴി വളരെ സമയമെടുത്ത് ചെയ്യേണ്ട പ്രക്രിയകളായ സങ്കീർണമായ പ്രക്രിയകളായ മാത്സ്, സയൻസ്, അതുപോലെയുള്ള യുക്തി പ്രവർത്തിക്കേണ്ട, ചിന്താശേഷി പ്രവർത്തിക്കേണ്ട സ്കില്ലുകളൊക്കെ ഭാവിയിൽ ഈ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൊബൈൽ ഗെയിമുകൾ നൽകിയും കുട്ടികളെ അടക്കിയിരുത്താൻ ശ്രമിക്കരുത്. കാരണം അത് അവരുടെ തലച്ചോറിൻ്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. കുട്ടികൾ വളരേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായ അന്തരീക്ഷത്തിലാണ്. കുട്ടികളോട് ധാരാളം വാക്കുകൾ അങ്ങോട്ട് സംസാരിക്കുകയും അത് കേൾക്കുക വഴി കുട്ടികൾ ധാരാളം വാക്കുകൾ സംസാരം അതേപോലെ തന്നെ ഈ ബ്രെയിനിലുള്ള മറ്റൊരു ഏരിയയാണ് വെർണിക്കേസ് ഏരിയ എന്ന് പറയുന്നത്. ഈ വെർണിക്കേസ് ഏരിയയിലാണ് യഥാർത്ഥത്തിൽ ഭാഷയുടെ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാനുമൊക്കെ കുട്ടികൾക്ക് കഴിയുന്നത്. ഇങ്ങനെ ബ്രോക്കാസ് ഏരിയ വികസിക്കാത്ത കുട്ടികൾ പിന്നീട് സംസാരത്തിൽ പല വൈകല്യങ്ങളും കാണിക്കും. സ്ലീപ്പ് എന്നുള്ള വാക്കിന് അവർ ഒരു പക്ഷേ സീപ്പ് എന്നായിരിക്കും പറയുന്നത്. സോഡിയാക്ക് എന്ന വാക്കിന് ഒരു പക്ഷേ അവർ സോക്കേഡ് എന്ന് പറയും. ബൈക്ക് എന്നുള്ള വാക്കിന് അവർ ഒരു പക്ഷേ ബൈഫ് എന്ന് പറയും. യഥാർത്ഥ വാക്കുകൾ എന്താണ് എന്ന് ഈ കുട്ടിക്ക് മനസ്സിലാകുമെങ്കിലും അവനത് യഥാർത്ഥ രീതിയിൽ ഉച്ചരിക്കാൻ കഴിയാതെ പോകുന്നത് ഈ ബ്രോക്കാസ് ഏരിയയുടെ തകരാറ് കൊണ്ടോ അതിൻ്റെ അണ്ടർ ഡെവലപ്മെൻറ്റ് കൊണ്ടോ ആയിരിക്കാമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സംസാരം സ്വാഭാവികമായ രീതിയിൽ സംസാരിച്ച് തന്നെ തീരേണ്ടതാണ്. ഇതേപോലെ തന്നെ ഈ ഫാസ്റ്റ് പേസ്ഡ് ഗെയിമുകളിൽ നിന്ന് വളരെ അക്രമാസക്തമായ രംഗങ്ങളൊക്കെ കാണുന്നത് കൊണ്ടും അതിൻ്റെ പരിണിത ഫലങ്ങളെ കൊണ്ട് ചിന്തിക്കാനുള്ള, പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാനുള്ള അവൻ്റെ ബ്രെയിനിൻ്റെ ശേഷിയില്ലായ്മയൊക്കെ കാരണമായിരിക്കാം ഒരു പക്ഷേ ഇന്ന് വരുന്ന ഈ പല യുവാക്കളിലും സ്കൂൾ വിദ്യാർത്ഥികളിലുമൊക്കെ വളരെ വലിയ തോതിൽ അക്രമപ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആധുനിക കാലഘട്ടങ്ങൾ നമുക്ക് നൽകിയ പല ഗാഡ്ജറ്റുകളിലും പല ഉപകരണങ്ങളിലും ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് അക്കാഡമിക് ആയിട്ടുള്ള പഠനാവശ്യമായിട്ടുള്ള ഒരു ആപ്പ് നിങ്ങൾ നൽകുകയാണ്. 5 or 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ആപ്പ് നൽകുകയാണെങ്കിൽ ആ കുട്ടി അവിടെ ഇടപെടുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സിലാണ്. ഒരു ഗെയിം കാണുന്നത് പോലെയുള്ള ഒരു പാസീവ് പ്രോസസ്സിലല്ല, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കാണുന്നത് പോലെയുള്ള ഒരു പാസീവ് പ്രോസസ്സിലല്ല. ഒരു ആക്റ്റീവ് പ്രോസസ്സിൽ ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പഠന ആവശ്യാർത്ഥം കുട്ടിയുടെ ബ്രെയിനിനെ ചിന്തിക്കാനും ഗാഠമായി ചിന്തിക്കാനും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുമൊക്കെയുള്ള ശേഷി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ വളർച്ചാ ഘട്ടത്തിലെ ആദ്യഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് അക്കാഡമിക് പർപ്പസിന് ഒരു മൊബൈൽ നൽകുന്നത് പോലെയല്ല അക്കാഡമിക് അല്ലാത്ത ഒരു ഉദ്ദേശത്തിന് മൊബൈൽ നൽകുന്നത്. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് തീർത്തും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. നമ്മുടെ കുട്ടികൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കാണുന്നവരാണ്. അവർ മൊബൈൽ കയ്യിലെടുക്കും. ഇതിനുള്ളിലുള്ള ഉള്ളടക്കം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ അവർക്കുണ്ടാകും. അത് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങി അവരെ പ്രകോപിപ്പിക്കുന്നതിനും പകരം ഈ 5 or 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് മാക്സിമം ഒരു ദിവസം മൊബൈൽ നൽകാവുന്നത് 1 മണിക്കൂർ മാത്രമാണ്. അതിനപ്പുറം അൺഅക്കാഡമിക് ആയിട്ടുള്ള പർപ്പസിന് മൊബൈൽ നൽകാതിരിക്കുക. അക്കാഡമിക് പർപ്പസിന് മൊബൈൽ നൽകാവുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭാവി തലമുറയുടെ മനഃശാസ്ത്രപരവും ബുദ്ധിപരവുമായ വികാസത്തിന് മൊബൈൽ ഒരു വിഘാതമാകാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ യുക്തിപൂർവം അവ ഉപയോഗിക്കുക. നമ്മുടെ കുട്ടികളെ അവരുടെ ചിന്താശേഷിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഗാഡ്ജറ്റും നൽകി അവരെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.